ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരു പയ്യൻ എന്ന് പറയാൻ പറ്റിയ ഒരു ക്രിമിനൽ 15 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ഫോൺ ചെയ്ത് അവളുടെ ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ് ആ പെൺകുട്ടി അവനക്ക് ആ ശരീരഭാഗങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് ഫോട്ടോസ് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ആ പയ്യൻ പറയുകയാണ്, നീ നിൻ്റെ അനുജനുമായി സെക്സ് ചെയ്യുന്നത് എനിക്ക് വാട്സപ്പിലൂടെ കാണിച്ചു തരണം, എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹം പോണൊരു പോക്ക്, നമ്മുടെ മക്കളുടെ ബുദ്ധി എവിടേക്കാണ് പോകുന്നത് അല്ലേ? ഏതോ ഒരു പയ്യൻ സ്നേഹത്തിൻ്റെ മുകളിൽ എന്തോ പറയുമ്പോഴേക്കും അതിനനുസരിച്ച് നമ്മുടെ പെൺകുട്ടികൾ അതിലേക്ക് വീണു പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഒരു പിതാവിന് മേൽ ഒരു മകൾ കൊടുത്തൊരു പരാതി, തന്നെ അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും പിന്നീട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരമൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ? സമൂഹ മാധ്യമങ്ങളിലും വാർത്തയിലും ഒക്കെ വന്നൊരു ഇതാണ്. അദ്ദേഹത്തിനൊരു കൈയില്ല. ആ കൈയില്ലാത്ത ആ മനുഷ്യൻ അധ്വാനിച്ച് ആ കുട്ടീനെ 10-20 വയസ്സ് വരെ നോക്കി ഉണ്ടാക്കി സ്നേഹിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ എന്ത് പോയി ചെയ്തു? ഉപ്പാക്ക് നേരെ കേസ് കൊടുത്തു, എന്നെ ഉപ്പ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സമൂഹം, നമ്മുടെ മക്കൾ ഒക്കെ എവിടെയെങ്കിലും സുരക്ഷിതമാണോ? അവർക്ക് എത്ര വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവർ വിവരമില്ലായ്മയും വിദ്യാഭ്യാസമില്ലായ്മയും കാണിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ? അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു വിവരം, വിദ്യാഭ്യാസവും അതിലപ്പുറം വിവേകമായി ചിന്തിക്കാനുള്ളൊരു കഴിവുമുണ്ടെങ്കിൽ ഏതോ ഒരു പയ്യന് അവനവൻ്റെ ശരീരഭാഗങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുക്കും? എത്ര വാർത്തകളിലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വന്ന് കണ്ടാലും എത്ര തന്നെ അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും ആരും എന്താ പറയുക, അത് അവിടെ ഇല്ലേ, അത് ഇവിടെ ഇല്ലേ എന്ന് വിചാരിച്ച് എഴുതി തള്ളപ്പെടും. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാവും നമുക്ക് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ 17-18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, എൻ്റെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. സ്നേഹിക്കുന്ന പയ്യന്മാരുടെ വാഗ്ദാനങ്ങളിൽ വീണ്, അല്ലെങ്കിൽ അവർ പറയുന്ന പഞ്ചാര കലർന്ന വാക്കുകളിൽ വീണ് നിങ്ങളാരും നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ നിങ്ങൾ എന്താ പറയുക, മറ്റുള്ള റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും വെച്ച് പുലർത്താതെ നല്ല രീതിയിൽ ജീവിച്ചു പോവുക. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാൻ അതിനുചിതമായ ഓരോരോ കാര്യങ്ങളിലും നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? 10, 20, 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല നിലയ്ക്കെത്തി നമ്മളെ സംരക്ഷിക്കും, നോക്കും എന്നൊന്നും ഇന്ന് ഏതു അച്ഛനും അമ്മയ്ക്കും ഉപ്പാക്കൊന്നും 100% ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടത്തെ കാലങ്ങളിലൊക്കെ കുട്ടികൾ ഉടുപ്പിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു ഷിമ്മി അല്ലെങ്കിൽ ചെറിയൊരു ഫ്രോക്കൊക്കെ ഇട്ടുണ്ടായിരുന്നത് ഇന്ന് 20-25 വയസ്സുള്ള പെണ്ണുങ്ങളാണ് ഇട്ട് നടക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഫ്രോക്ക്, കൈയില്ല, കൈ പൊന്തിച്ച് ബസ്സിന് പിടിക്കാൻ വേണ്ടി നിന്നപ്പോൾ പെണ്ണായ ഞാൻ പോലും ലജ്ജിച്ച് തല താഴ്ത്തി. കാരണം അത്രയും നമുക്ക് പോലും അറപ്പ് തോന്നുന്ന രീതിയിലാണ്, ഒരു സ്ത്രീക്ക് പോലും അറപ്പ് തോന്നുന്ന രീതിയിലാണ് ഇന്ന് ഓരോരുത്തരും, ഓരോ കുട്ടികളായാലും മുതിർന്നവരായാലും ഡ്രസ്സ് ധരിക്കുന്നത് പോലും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ സമൂഹം, നമ്മുടെ മക്കളെ നമ്മൾ ചെറുപ്പത്തിലായാലും വലുപ്പത്തിലായാലും നമ്മൾ
ഞങ്ങളവിടെ അങ്ങനെ ഒരു സ്ത്രീയുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ആ കുട്ടീനെ ഇറുകി പിടിച്ച പാൻറ് ഇടാൻ സമ്മതിക്കില്ല, പാൻറ്റും അതിൻ്റെ മുകളിൽ ബനിയനും ഇടാൻ സമ്മതിക്കില്ല. ആ അമ്മ പറയണത് എന്താണെന്നറിയോ? നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്തോളം മാന്യമായ ഡ്രസ്സിട്ട് മാന്യമായ രീതിയിൽ പുറത്തേക്ക് പോകുക. ചുരിദാറിടാം, പട്ടുപാവാട ഇടാം, മിഡീം ടോപ്പിടാം, അതിനെല്ലാം ഷാൾ മറയ്ക്കണം, ഷാളിടാതെ പോകാൻ പാടില്ല. നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് ജീവിക്കണമെങ്കിൽ നിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അത് നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനായിട്ടാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ നടത്തിത്തരും. അതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ട പയ്യനായിട്ട് നീ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ. പക്ഷെ അതെല്ലാം നിൻ്റെ കല്യാണം കഴിച്ച് പോയതിന് ശേഷം മാത്രം നിനക്ക് നീയും നിൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്നാണ് അമ്മ പറയുന്നത്. ശരിയല്ലേ? ഇന്ന് കാശുള്ളവൻ്റെ വീട്ടിലൊരാൾ ട്രൗസർ ഇട്ടാൽ അതില്ലാത്തവനും അത് അനുകരിച്ചു അവഴുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇടാം അല്ലേ? അങ്ങനത്തെ ഒരു കാലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക സാഹചര്യം. ടൗണിലേക്ക് പോയാലും ശരി, ഒരു ബസ്സിലാണെങ്കിലും ശരി, വസ്ത്രധാരണം, ഇറുകി പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, കാര്യങ്ങൾ, ആരെ കാണിക്കാനാണ് മക്കൾ ഇതൊക്കെ ഇടുന്നത്? മറക്കേണ്ടതൊക്കെ പുറത്ത് കാണിച്ചിട്ടും ആണ് നടക്കുന്നത്. സാരി പോലും എത്ര വൃത്തികെട്ട രീതിയിലാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. ഇനിയെങ്കിലും പെൺകുട്ടികൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പയ്യൻ വന്ന് കുറച്ച് നേരം സ്നേഹത്തോടു കൂടെ സംസാരിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ തന്നതിൻ്റെ പേരിലോ നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മൾ ആർക്കും അയച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നതുപോലെ തന്നെ ആ പയ്യൻ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? നിൻ്റെ അനുജനുമായി സെക്സ് ചെയ്യണത് നീ എനിക്ക് അയച്ചു തരണം, അതല്ലെങ്കിൽ നീ എനിക്ക് അയച്ചു തന്ന നിൻ്റെ ശരീരഭാഗങ്ങൾ ഞാൻ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഞാൻ പുറത്തുവിടും എന്ന്. അപ്പോൾ നമ്മുടെ മക്കൾ, പുറത്ത് പോയിട്ട് വരുന്ന മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഫോണ് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ഒരമ്മയ്ക്കും അച്ഛനും ഉണ്ടാവണം. ഇപ്പോൾ ഞങ്ങളടുത്തൊരു കുട്ടി തൂങ്ങി മരിച്ചത് പോലും ഉപ്പയും ഉമ്മയും ഫോണ് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. പൊടുന്നനെ പോയി അഴക്കയിലെ കയറെടുത്തു, തൂങ്ങി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പം തന്നെ പോയി. അപ്പോൾ മക്കളേനൊക്കെ ഒരു കൂട്ടുകാരെ പോലെ കണ്ട് അവരെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം.